എടപ്പള്ളിയിൽ ഏത് ഭാഗത്താ? മയിലാളം ക്ഷേത്രത്തിനടുത്താ. വീട്ടുപേര്? പാലക്കൽ. അച്ഛൻ്റെ പേര്? രാജേന്ദ്രൻ. എടപ്പള്ളി വില്ലേജ്, എടപ്പള്ളിക്കരയിൽ, മയിലാളം ക്ഷേത്രത്തിന് സമീപം, പാലക്കൽ വീട്ടിൽ. രാജേന്ദ്രൻ, മകൻ രാഹുൽ. രാഹുലിൻ്റെ വയസ്സ്? 22. 22 വയസ്സുള്ള രാഹുൽ 22/12/2019 രാത്രി 3 മണിക്ക് പള്ളിക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായി SCPO 10-268 വനിതയോട് പറയുന്ന മൊഴി. P14 mobile, P14 mobile, Bravo 9 calling. P14 mobile, P14 mobile, Bravo 9 calling. P14, P14 Bravo 9 calling. Bravo 9, P14 answering sir. മൊബൈലിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അത് ഓഫീസറാണ്. എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞേ പെട്ടെന്ന്. 14 ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് സർ. വനിത സാറേ, ബാൻ സാറെ വിളിക്കട്ടെ. ആ, ആ സാറേ, മനോജ. എന്താ മനോജ് പറ. സാറേ, സബ് ഡിവിഷനിൽ വിളിച്ചിട്ടെ സാറോട് ഫോണിലേക്കൊന്ന് വിളിക്കാൻ പറഞ്ഞു. വിളിച്ചോളാം. മനോജ എന്തേ? സാറ് മൊഴി എടുക്ക. ഇതുവരെ കഴിഞ്ഞില്ലേ? ഇല്ല സാറേ, ഫോൺ കൊടുക്കണോ? കൊടുക്ക്. വനിത സാറേ, ബാൻ സാറേ, ഫോൺ എടുക്ക്. സാറ് വനിതയാണ്. മൊഴി എടുത്ത് കഴിഞ്ഞില്ലേ? ഇല്ല സാറേ, തുടങ്ങിയിട്ടുള്ളൂ. ഈ കുട്ടികൾ ഇപ്പോഴാണ് വന്നേ. ആ പരിക്ക് പറ്റിയ പയ്യനില്ലേ, അവനെ അമൃത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. പിന്നെ മരിച്ച പയ്യന്റെ ബന്ധുക്കളെ ലൈനിൽ കിട്ടി. അവരെ വിവരം അറിയിച്ചിട്ടുണ്ട്. ചേർത്തലയാ വീട്, കടക്കരപ്പള്ളി. ബന്ധുക്കൾ പുറപ്പെട്ടിട്ടുണ്ട്. ആയിക്കോട്ടെ. പിന്നെ സാറേ, സബ് ഡിവിഷൻ വിളിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ വിളിച്ചോളാം. ശരി. മരിച്ച പയ്യൻ്റെ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി 11 മണിക്ക് എടപ്പള്ളി പൂക്കാട്ടുപടി റോഡിലൂടെ ബൈക്കിൽ സഞ്ചരിച്ച് വരവെ മാളികപ്പടി ഭാഗത്തുണ്ടായ അപകടത്തിൽ മരിച്ച പയ്യൻ്റെ പേര് ശ്രീലാൽ. അപകടത്തിൽ ശ്രീലാൽ എന്ന കൂട്ടുകാരൻ മരണപ്പെടുന്നതിനും കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ, ആ കൂട്ടുകാരൻ്റെ പേര് അതുൽ കൃഷ്ണ. അതുൽ കൃഷ്ണയ്ക്ക് സാരമായ പരിക്കും സംഭവിക്കാനിടയായ കാര്യം പറയാൻ വന്നതാണ്. രാഹുലും KMA കോളേജിലല്ലേ പഠിക്കുന്നത്? അതെ മാഡം. എന്തിനാ പഠിക്കുന്നത്? എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ. ഞാൻ KMA കോളേജിൽ 2ാം വർഷ വിദ്യാർത്ഥി ആണ്. സംഭവസ്ഥലം പള്ളിക്കര പോലീസ് സ്റ്റേഷനിൽ നിന്നും 6 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറ് മാറിയാണ്. പറഞ്ഞ മൊഴി വായിച്ച് കേട്ടു, ശരി എന്നെഴുതിയിട്ട് ഒപ്പിട്ടു.
അവിടെ ഒപ്പിട്ടു. നിങ്ങളിപ്പോൾ പോക്കോ, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ശരി മാഡം. കാവലാധികാരൻ്റെ സുഹൃത്തുക്കളായ അതുൽ കൃഷ്ണയും ശ്രീലാലും പൂക്കാട്ടുപടിയിൽ സുഹൃത്തുക്കൾ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ നിന്നും ഇന്നലെ 22/12/2019 രാത്രി 10 മണിക്ക് കങ്കരപ്പടി വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് KL 48 K8905 നമ്പർ മോട്ടോർ സൈക്കിളിൽ അതുൽ കൃഷ്ണ റൈഡറായി ചുമതല വഹിച്ച് ശ്രീലാലിനെ പിന്നിലെത്തി സഞ്ചരിച്ച് വരവേ കിഴക്ക് പടിഞ്ഞാറായി കിടക്കുന്ന എടപ്പള്ളി പൂക്കാട്ടുപടി റോഡിൽ പള്ളിക്കര വില്ലേജ് എടത്തലക്കരയിൽ മാളിയപ്പടി ഭാഗത്ത് വെച്ച് എങ്ങനെയോ നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ പിന്നിൽ യാത്ര ചെയ്ത ശ്രീലാൽ മരണപ്പെടുന്നതിനും ഡ്രൈവർ ചുമതല വഹിച്ചിരുന്ന അതുൽ കൃഷ്ണയ്ക്ക് സാരമായ പരിക്ക് സംഭവിക്കാനും ഇടയായ കാര്യം. ലൊക്കേഷൻ കടവോളി CRV 8 കണ്ടോ? CRV 8 സാറേ ചെക്ക്. അതാണ് ലൊക്കേഷൻ. മലയാറ്റൂര് അരിവാരപ്പുറ കിലോ 25 കണ്ടോ? കിലോ 25 ചെക്കല്ല ബാൻ സാറേ. സാറേ ശരിക്കും എന്താ സംഭവിച്ചത്? ഓവർ സ്പീഡ് അല്ല എന്ത് സാറാ ഒരു 5 മിനിറ്റ്. 304 അല്ലേ സാറേ? സംഗതി 304 അയക്കെയാ. പിന്നെ ഓവർ സ്പീഡാന്ന് കണ്ടവരൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ FIRൽ മോട്ടോർ എക്രൻസ് കാണിച്ചാൽ മതി. IPA വിളിച്ചപ്പോഴും അദ്ദേഹം അങ്ങനെ പറഞ്ഞു. പിന്നെ മൊഴിയിൽ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇല്ല സാർ. പേഴ്സിൽ 320 രൂപയുണ്ട്, 2 മൊബൈൽ, 2 ആധാർ കാർഡ്, ഒരു ATM കാർഡ്. പിന്നെ ഇതിൽ 4 പേരുടെ അഡ്രസ്സുണ്ട്. 2 പേര് കൃത്യം നേരിൽ കണ്ടുവരും, 2 പേര് ശബ്ദം കേട്ട് ഓടി വന്നു വരും. ശരി സാർ. ആ എൻട്രി ഇട്ടിട്ടില്ലല്ലോ? ഇല്ല സാറേ. സാർ ഇങ്ങോട്ടൊന്നും ഇരുന്ന് ഞാനിപ്പോൾ ഇടാം. ഓ ആയിക്കോട്ടെ. മക്കൾക്ക് വീണ്ടും വിചാരം വരുന്നതിന് മുമ്പ് വീട്ടുകാരൊരു ബൈക്ക് അങ്ങ് മേടിച്ചു കൊടുക്കും. അത് ബൈക്കാണേലും വേണ്ടില്ല, ഒരുമാതിരി ഹെലികോപ്റ്റർ പോലുള്ള സാധനങ്ങൾ. അവസാനം പണി വരുന്നത് നമുക്കും. അല്ല സാറേ, മാളികപ്പടി ഏത് ഭാഗത്ത് വെച്ചിട്ട സംഭവം? KME കോളേജിൻ്റെ ഗേറ്റിൽ നിന്നൊരു 100 മീറ്ററില്ല. നമ്മളാ കുഴുവേലിപ്പടി ഭാഗത്തേക്ക് പോകുമ്പോൾ ആ വളവില്ലേ, അവിടെ ആ സംഭവം. ഓവർ സ്പീഡാണെന്നാ കണ്ടിരുന്നവർ പറഞ്ഞത്. തൊട്ടകലെ വെച്ച് ഇവന്മാരൊരു കാറിനെ ഓവർടേക്ക് ചെയ്തിരുന്നു. ആ കാറുകാർ പറയുക അവർക്ക് 70 കിലോമീറ്ററിന് മേളിൽ സ്പീഡായിരുന്നു. ഈ കാറിനെ ഓവർടേക്ക് ചെയ്ത് ഇവന്മാരുടെ സ്പീഡൊന്ന് ആലോചിച്ച് നോക്കി, അതും ആ കൊടും വളവിൽ. എന്ത് ചെയ്യാനാണ്. രാവിലെ ഇൻക്വസ്റ്റിന് പോകുന്ന ആരൊക്കെയാ? IP വിളിച്ചപ്പോൾ പറഞ്ഞത് ബിനോയ് സാറിനോട് പറയാനാ. എന്നിട്ട് വിളിച്ച് പറഞ്ഞോ? വിളിച്ചിട്ട് കിട്ടുന്നില്ല സാറേ. സുരേഷ് സാറിനോടും അജ്മലോടും പറഞ്ഞിട്ടുണ്ട്, അവരെ കൂടെ പോകുന്നേ. ഇനി രാവിലെ വിളിക്കാം. നേരത്തെ വിളിച്ച് പറ, അല്ല അയാൾ പതിവ് പോലെ താമസിച്ചേ വരും. വാ സാറേ പോകാം. ആശ്വാസമായോ? പിന്നെ വൈകിട്ട് എവറസ്റ്റ് ഹോട്ടലിൽ നിന്ന് 2 പൊറോട്ടയും ബീഫും കഴിച്ചാൽ അപ്പം മുതൽ തുടങ്ങിയതാ. ഓ കൈ കിട്ടുന്നതൊക്കെ വലിച്ചു വാരി കൊണ്ട് കയറ്റും. എന്നിട്ട് ഈ ഓട്ടമാണ്. പട്ടാപക്ക് ഒരു 12 എണ്ണം പറഞ്ഞേക്കാം, ഒപ്പിട്ടേക്കാം. അല്ല സാറേ, ഈ മരിച്ച പയ്യൻ്റെ വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? അവർ 2 ആമ്പിള്ളേരാ. ഇതേളേതാ. അച്ഛൻ എറണാകുളത്ത് ഏതോ കമ്പനിയിൽ സെക്യൂരിറ്റി ആയിട്ട് വർക്ക് ചെയ്യുക. ദിവസവും പത്രത്തിൽ ന്യൂസിൽ തന്നെയല്ലേ വാർത്ത. എന്നാലും ചെക്കന്മാർ പഠിക്കില്ല. ആ അച്ഛനമ്മമാരുടെ ഒരവസ്ഥ കഷ്ടം.
നമസ്കാരം, പള്ളിക്കര പോലീസ് സ്റ്റേഷൻ. ആ നമസ്കാരം, DSP ഓഫീസിൽ നിന്നാ. ആ സാറേ. ആരാ GD? വനിതാ സാറാ. 9 മണിക്ക് ശേഷം അവിടെ കേസ് വല്ല കരുതിട്ടുണ്ടോ? ആ സാറേ, ഒരു കേസുണ്ട്. ഒരു RTA, ഒരാൾ മരിച്ചിട്ടുണ്ട്. എന്നാ വനിതാ സാറിനൊന്ന് കൊടുത്തേ. ആ സാറേ, കൊടുക്കാം. വനിതാ സാറേ, വനിതാ സാറേ, വനിതാ സാറേ. ഷോ, വിളിച്ചിട്ടും കേൾക്കുന്നില്ല. സാറേ, ഡെൽറ്റ ഓഫീസിൽ നിന്ന് സിജു സാറ് ലൈനിലുണ്ട്. ഫോൺ എടുക്ക്. ആ സാറേ. വനിതാ സാറേ, ആ മരിച്ച ആൾക്ക് എത്ര വയസ്സുണ്ട്? 22. ആ ശരി സാറേ, ആ ബ്രീഫ് ഒന്ന് വാട്സപ്പ് ചെയ്യാവോ? ആ അതെ, ഈ മൊഴിയും ബ്രീഫും ഒന്ന് സിജു സാറിന് അയച്ചേക്കണേ. വാട്സാപ്പ് ചെയ്യണം. നാസർ സാറിനും കൂടെ അയച്ചേക്ക്. ഇതെന്ത് പറ്റി സാറേ? ഇങ്ങനൊരു സിറ്റുവേഷൻ ഞങ്ങളുടെ കുടുംബത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ഞാനന്ന് കാലടി സ്റ്റേഷനിലാണ് പാറാവിലിരിക്കുമ്പോൾ P9 പരിധിയിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചതിനെ കുറിച്ച് സെറ്റ് കേട്ട് ഓടിച്ചിരുന്ന ആൾ സ്പോട്ടിൽ പോയി. 10 മിനിറ്റുള്ളിൽ എനിക്ക് കോൾ വന്നു. പോയത് ഞങ്ങളുടെ പിന്നുവാ. വിനു എന്ന് പറഞ്ഞ എൻ്റെ ഒരേ ഒരു അനിയൻ. ഡിഗ്രിക്ക് കയറിയപ്പോൾ അവൻ ബൈക്കിന് വാശി പിടിച്ചു. ഞാൻ ഏറ്റവും കൂടുതൽ എതിർത്ത്. പട്ടിണി കിടന്നിട്ടും മിണ്ടാതെ നടന്നിട്ടൊക്കെ എൻ്റെ മനസ്സലിഞ്ഞു. ബൈക്ക് വാങ്ങി കൊടുത്ത 1 മാസം തികയുന്നതിന് മുമ്പ് അമ്മയുടെ കണ്ണീർ ഇപ്പോഴും തോന്നിട്ടില്ല. വാട്സപ്പും ഫേസ്ബുക്കും ഉപയോഗിക്കാത്ത ഒരാൾ സാറ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ സാറ്, കോള് വന്ന് എന്നോട് പറയൂ. ഞാൻ കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ പോവാം. സാറ് റെസ്റ്റ് എടുത്തോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം.